അയാളുടെ പിന്നാലെ പോകുന്ന വണ്ടിയിൽ ഒരു ശവപ്പെട്ടി കൂടെ വെക്കുന്നതാകും നല്ലതെന്നാണ് 1983 ഓസ്ട്രേലിയൻ അൾട്രാ മാരത്തോൺ ഓടാൻ വന്ന ക്ലിഫ് യങ്ങിനെ പറ്റി ചുറ്റുമുള്ളവർ പറഞ്ഞത്. കാരണം 6 ദിവസം നീണ്ടു നിൽക്കുന്ന 875 കിലോമീറ്റർ ദൂരമുള്ള മാരത്തോൺ ഓടാൻ വന്ന ക്ലിഫ് എന്ന കർഷകന്റെ പ്രായം 61 ആണെന്ന് മാത്രമല്ല, ഒരു തരത്തിലുള്ള ട്രെയിനിങ് ഇല്ല, സ്പോൺസർ ഇല്ല, റണ്ണിംഗ് ഗിയറും ഇല്ല. കാലിലുള്ളത് എടുത്താൽ പൊങ്ങാത്തൊരു ഗംബൂട്ട്സും, കൂടെ ഓടുന്നത് 30 വയസ്സിൽ താഴെ പ്രായമുള്ള വെൽ ട്രെയിൻഡ് അത്ലീറ്റ്സും. എന്നാൽ ഇത് ചോദിച്ചവരോടൊക്കെ തന്റെ ആടുകളുടെ പിന്നാലെ 3 ദിവസം വരെ തനിക്ക് ഓടി പരിചയമുണ്ട് എന്ന് പറഞ്ഞ ക്ലിഫ് ഓട്ടം തുടങ്ങി. അത്ഭുതങ്ങൾ ഒന്നുമില്ലാതെ ക്ലിഫിനെ ബഹുദൂരം പിന്നിലാക്കി മറ്റുള്ളവർ മുന്നേറി. പക്ഷേ ട്വിസ്റ്റ് സംഭവിച്ചത് അന്ന് രാത്രിയായിരുന്നു. അത്ലീറ്റ്സ് എല്ലാം 18 മണിക്കൂർ ഓടിയ ശേഷം രാത്രി റെസ്റ്റ് എടുത്തപ്പോൾ ക്ലിഫ് മാത്രം ഓട്ടം തുടർന്നുകൊണ്ടേയിരുന്നു. കാരണം രാത്രിയിൽ ഓട്ടം നിർത്തി റെസ്റ്റ് എടുക്കാമെന്ന് പുള്ളിക്ക് അറിയില്ലായിരുന്നു. സെക്കൻഡ് ഡേ ആയപ്പോഴേക്കും ക്ലിഫ് ലീഡിംഗ് ആയി. നിർത്താതെയുള്ള ഈ ഓട്ടത്തിലൂടെ വരും ദിവസങ്ങളിൽ ലീഡ് കൂടിക്കൂടി വന്നു. ഒടുവിൽ എല്ലാ എലീറ്റ് അത്ലീറ്റ്സിനെയും കടത്തിവെട്ടി സെക്കൻഡ് വന്നവനേക്കാൾ 10 മണിക്കൂർ ലീഡ് ഇട്ട് റെക്കോർഡോടെ ക്ലിഫ് യങ് വിന്നർ. ജയിച്ചപ്പോൾ മാത്രമാണ് വിജയിക്ക് $10,000 സമ്മാനമുണ്ട് എന്ന് ക്ലിഫ് അറിയുന്നത്. എന്നാൽ പണം മുടക്കി പരിശീലിച്ചു വന്ന മറ്റ് അത്ലീറ്റ്സിന് ക്ലിഫ് ആ പണം മുഴുവൻ വീതിച്ചു നൽകി. ഇതോടെ ഓസ്ട്രേലിയ മുഴുവൻ ഫേമസ് ആയ ക്ലിഫിന് ഈ എഫേർട്ടിൽ നിന്നും പ്രശസ്തിയിൽ നിന്നും ശരിക്കും എന്താണ് ലഭിച്ചതെന്ന് അറിയുന്നു. അതുവരെ വിവാഹം കഴിക്കാതിരുന്ന ക്ലിഫ് തൊട്ടടുത്ത വർഷം തന്നെക്കാൾ 39 വയസ്സ് കുറവുള്ള മേരി ഹോവൽ എന്ന 23-കാരിയെ വിവാഹം കഴിച്ചു. വർഷം ഇത്ര കഴിഞ്ഞിട്ടും ഓസ്ട്രേലിയൻസിന് ക്ലിഫ് ഇന്നും ഒരു പ്രതീക്ഷയുടെ സിംബലാണ്. Who used to say you don't know what all you can do until you try.